നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിനകത്തെ ഭിന്നതകളൊക്കെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചെന്നിത്തലയും സതീശനും ഒക്കെ തമ്മിലുള്ള പോരൊക്കെ ഇപ്പോൾ ഒന്ന് അടങ്ങിയ മട്ടാണ്. ശരിക്കും അത് അടങ്ങിയതാണോ അതോ അടക്കിയതാണോ അതോ അടക്കി വെച്ചിരിക്കുന്നതാണോ ഇനി പുറത്ത് വരാനിരിക്കുകയാണോ? അല്ല, ഇതൊക്കെ അഭിനയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പാരകൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് PV അൻവറിന് മുന്നിൽ വാതിൽ തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. അൻവർ വേണമെന്ന് പറഞ്ഞവരല്ലാതെ മാറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ ചെന്നിത്തല ഇത് അൻവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ചെന്നിത്തലയ്ക്ക് ഈ മുഖ്യമന്ത്രിയാകാനുള്ള വലിയ ആഗ്രഹം ചെന്നിത്തലയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സതീശനെയൊക്കെ കുളമാക്കി നശിപ്പിക്കാനാണ് ചെന്നിത്തല നോക്കുന്നത്. അപ്പോൾ വാതിലടയ്ക്കണമെന്ന തീരുമാനം UDF എടുത്തതാണ്. ഏതെങ്കിലും കാലത്ത് ആ വിഷയം വന്നാൽ അപ്പോൾ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ UDF എടുത്ത തീരുമാനമാണ്. അത് എന്തെങ്കിലും ഒരു അവസരം വന്നാൽ മാത്രം ചർച്ച ചെയ്യും. ഇപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കൊന്നും മറുപടി പറയാനാകില്ലെന്നാണ് നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ നല്ല വ്യക്തതയുള്ള ആളാണ് ഡോക്ടർ MK മുനീർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംഘടനകൾക്കും ഓരോ അഭിപ്രായമായിരുന്നെങ്കിൽ ഒറ്റ മുസ്ലിം സംഘടന മതിയായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ ചില ചാനലുകൾ ഉൾപ്പെടെ ഓടിക്കാൻ നോക്കിയതാണ്. എന്നാൽ UDFൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റാൻ ഒരുപാട് പേർ ശ്രമിച്ചു. അജണ്ട തീരുമാനിച്ചത് UDF ആണ്. KPCC യോഗത്തിൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ CPM സെക്രട്ടേറിയറ്റിൽ എന്താണ് നടന്നതെന്ന വാർത്ത കൂടി നൽകണം. ടീം UDF ആണ് വിജയത്തിന് പിന്നിൽ. വിജയം വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നും ചെന്നിത്തല പറയുന്നു. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയുടെ പരിഭവം സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സതീശൻ മറുപടി നൽകി. അതായത് ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്നാണ് സതീശൻ പ്രതികരിച്ചത്. അപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ളത് താനല്ല, ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഞാനല്ല, രമേശ് ചെന്നിത്തലയാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മേജറാണെന്നാണ് പറഞ്ഞത്. മേജർ എന്ന് പറയുമ്പോൾ ഒരു സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം താൻ തന്നെ എന്ന് സതീശൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അന്ന് തന്നെ ആരും ക്യാപ്റ്റൻ, അതായത് താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ഗവർണറെയും സതീശൻ വിമർശിച്ചു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ വേദിയാക്കരുതെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞതാണ്. പിന്നീടാണ് മന്ത്രി P പ്രസാദുമായി പ്രശ്നമുണ്ടായത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് മന്ത്രി ശിവൻകുട്ടിയുമായി പ്രശ്നമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോഴാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അന്ന് തന്നെ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിരുന്നു. രാജ്ഭവനെയും ഗവർണറെയും രാഷ്ട്രീയ മതപ്രചരണത്തിലുള്ള വേദിയാക്കി മാറ്റരുതെന്നും പറയുന്നു. ഗവർണർക്ക് RSSകാരനായി തുടരാം, പക്ഷേ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യരുത്. ഇത് മതേതര കേരളമാണെന്നാണ് ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ടത്. അത് മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും പ്രതിഷേധിച്ചത് നന്നായെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. പക്ഷേ വൈകിപ്പോയി. ഗവർണറുടെ പരിപാടികൾ ഇത്തരം പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റരുത്. ഞങ്ങൾ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോൾ RSS വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. അതേ നറേറ്റീവിലേക്ക് മുഖ്യമന്ത്രിയും CPMും പോകരുത്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കരുത്. സ്വകാര്യ പരിപാടിക്ക് സർവകലാശാല അനുമതി കൊടുത്തത് ഇവരെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടാണ്. എന്നിട്ടാണ് പിന്നീട് നാടകം കളിക്കുന്നത്. മതപരമായ പ്രചരണം നടത്തുന്ന സംഘടനയ്ക്ക് സർവകലാശാല ഹാൾ കൊടുക്കുന്നത് ശരിയാണോ? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും സർക്കാർ പറയണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗവർണറുടെ നേതൃത്വത്തിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണ പരമ്പര നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെയാണ് അതിനുവേണ്ടി കൊണ്ടുവരേണ്ടത്. പക്ഷേ RSS നേതാവിനെ കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കുന്ന ക്യാമ്പയിൻ കേരളത്തിൽ നടക്കില്ലെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നു. ഇതിൽ നിന്ന് ഒരു ചിത്രം വ്യക്തമാണ്. ഇവന്മാരെല്ലാം തമ്മിൽ നല്ല അടിയുണ്ട്. കാരണം സതീശനും ചെന്നിത്തലയും എല്ലാം തമ്മിൽ ഉള്ളിൽ ഭയങ്കരമായ വിരോധമുണ്ട്. പക്ഷേ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇവർ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുകഴ്ത്തുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഇവർ തമ്മിലുള്ള ഐക്യമൊന്നും ആയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജറാണെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ വേണമെങ്കിൽ സതീശന് പറയാം ഞാനല്ല ക്യാപ്റ്റൻ, സീനിയർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെന്നിത്തലയാണ് ക്യാപ്റ്റൻ. പക്ഷേ അദ്ദേഹം അത് പറയുന്നില്ല. മേജറാണെന്ന് പറയുമ്പോഴത്തേക്ക് സീനിയറായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ VSനെ പോലെ വേണമെങ്കിൽ കണക്കാക്കാം. അതായത് പിണറായിയാണ് ഞാൻ, അദ്ദേഹം VS ആണ്. അപ്പോൾ VS ആകുമ്പോൾ പിന്നെ ഇനി ഒരു പദവിയും അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്.
അതുപോലെ തന്നെ ഈ RSS ആയിട്ട് ഗവർണറുടെ വിഷയങ്ങൾ അതെല്ലാം മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു. മൊത്തത്തിൽ ഇവർക്ക് വിഭ്രാന്തി പൂണ്ടിരിക്കുകയാണ്. കാരണം UDF അധികാരത്തിൽ വരും എന്നറിഞ്ഞപ്പോൾ ഈ ചിലപ്പം ചിലർക്കുണ്ടാവുമല്ലോ, ഇപ്പം UDF അധികാരത്തിൽ വരും, അന്നേരം അവൻ മുഖ്യമന്ത്രിയാവും, അതുകൊണ്ട് UDF വരണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് കോൺഗ്രസ്സിലെ മിക്ക നേതാക്കൾക്കും. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി തന്നെ ഒന്നും കൂടെ വന്നാൽ മതി, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ UDF വന്നു കഴിഞ്ഞാൽ ചെന്നിത്തലയായിരിക്കും UDF ഒരു കാരണവശാലും വരണ്ട, വന്നു കഴിഞ്ഞാൽ സതീശൻ കയറി മുഖ്യമന്ത്രിയാവും, എനിക്ക് കിട്ടത്തില്ല. ചെന്നിത്തല തിരിച്ചും സതീശൻ തിരിച്ചും KC വേണുഗോപാൽ തിരിച്ചും അങ്ങനെ ചിന്തിക്കുക. അതായത് ഇല്ല അമ്മായിയമ്മ അല്ല മോൻ ചത്താലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീര് കാണാമെന്ന് പറയുന്ന കണക്കാണ് ഇവന്മാരുടെ ഇപ്പോഴത്തെ രീതി അല്ലേ. അതായത് ഈ കോൺഗ്രസിനകത്ത് നടക്കുന്ന അന്തർചിത്രങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണ്, അത് പുതുമയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശന് മുഖ്യമന്ത്രിയാവണം. അപ്പോൾ അതിന് മുൻപേ 5 വർഷം മുൻപേ ആ കുപ്പായം തുന്നി വെച്ച ചെന്നിത്തല അവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി KC വേണുഗോപാൽ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ മുഖ്യമന്ത്രി ആകാനുള്ള സ്വപ്നം കണ്ട് നടക്കുന്നവർ ഈ 3 പേര് മാത്രമല്ലല്ലോ, കോൺഗ്രസിനകത്ത് ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും ഈ നറുക്ക് ആർക്ക് വീഴും എന്നുള്ളതിൽ വലിയൊരു കൺഫ്യൂഷനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് യോഗ്യനായിട്ടും കരുത്ത് കാട്ടി നിൽക്കുന്നത് സതീശൻ തന്നെയാണ്. സതീശൻ്റെ ശേഷി ഇപ്പോൾ കോൺഗ്രസിന് വ്യക്തമായിട്ടുമുണ്ട്. അതായത് നിലമ്പൂരിൽ കളിച്ച കളികളെല്ലാം തന്നെ ശരിയായിട്ട് വന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സതീശന് ഇനി ഒരു പരീക്ഷ ഒരുക്കാൻ പോകുന്നത് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പോരാട്ടം ഏത് വിധത്തിലാകും എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. സുധാകരനെ വെട്ടി, സുധാകരനെ ആ പറയുന്ന ഇനി ഒരു പ്രതീക്ഷയും കൊടുക്കില്ല, മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത പോലുമില്ല എന്നുള്ള രീതിയിലേക്ക് വെട്ടി ഒതുക്കി കളഞ്ഞു. യാതൊരു സംശയവും അതിനകത്തില്ല. പക്ഷേ ഇനി അടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിട്ട് ഈ പറയുന്ന ചെന്നിത്തലയും രമേശും തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സിനിമയിൽ പറയില്ലേ, ഒരു ദിലീപിൻ്റെ ഒരു സിനിമയിൽ പറയും പോലെ, നീയൊക്കെ ഇവിടെ കിടന്ന് തമ്മിലടിച്ചോടാ, അവരവിടെയും കൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ KC വേണുഗോപാൽ വന്നിട്ട്, ജയശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടായില്ല, KC വേണുഗോപാൽ വന്ന് മുഖ്യമന്ത്രി സ്ഥാനവും കൊണ്ട് അങ്ങ് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ കോൺഗ്രസിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തമ്മിലടി ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും മാറ്റിവെക്കുകയാണ് വേണ്ടത്. പകരം ഒരു കൃത്യമായ ഒരു രീതിയിലേക്ക്, ഒരു ഫേസിലേക്ക് ഇത് കടക്കുമ്പോൾ, ഇലക്ഷൻ ഫേസിലേക്ക്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി തന്നെ കേരള ഇലക്ഷൻ മോഡിലേക്ക് അങ്ങ് മാറും. പിന്നെ ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്കും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ അങ്ങ് മാറിക്കഴിയും. പിന്നെ പ്രചാരണത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ഏതൊക്കെ രീതിയിൽ ജനങ്ങളിലേക്ക് എന്തൊക്കെ എത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് ചർച്ച വഴിമാറും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടെങ്കിലും തങ്ങൾ ഒന്നാണെന്നും ഇവിടെ വേറെ പ്രശ്നങ്ങളില്ല എന്നും ഒന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, ഒരു ശക്തമായ കോട്ടയാണ് എന്ന് തെളിയിക്കപ്പെട്ടാലേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ഇല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് വരുമ്പോഴത്തേക്ക് അവർ ഇല്ല, ഇത് ഉടായിപ്പാണ്, ഇതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്നും ഇവിടെ അങ്ങനെ ഒരു തമ്മിലടിയുടെ സാധ്യതയില്ല എന്നും ശരിയായിട്ടുള്ള രീതിയിലാണ് കോൺഗ്രസ് പോകുന്നതെന്ന് തെളിയിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം തെളിയിച്ചാലും ശരി തന്നെ അവസാന ഘട്ടത്തിൽ ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ ആരാവും മുഖ്യമന്ത്രി, ആരാവണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിനകത്ത് കോൺഗ്രസ്സിൽ തർക്കമുണ്ടാകും. അത് വലിയ കലഹത്തിലേക്ക് പോവും, ഒരു വടംവലി തന്നെ നടക്കും. അതിനൊടുവിൽ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.